കാലൻ്റെ ക്ലാസ്സിന് പുറത്താ. അല്ലടി, നമുക്കിന്ന് ക്ലാസ്സിൽ കയറണോ? ഇന്ന് ലീവാക്കിയാലോ? ലീവ് എന്നൊരു വാക്ക് അങ്ങേരുടെ ഡിക്ഷണറിയിലില്ല. അങ്ങേരിട്ട് ലീവ് എടുക്കൂല, നമ്മളെ ലീവ് എടുക്കാൻ സമ്മതിക്കൂല. പിന്നെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അങ്ങേരുടെ ചീത്തം കേട്ട് ക്ലാസ്സിന് വെളിയിൽ നിൽക്കാന്നുള്ളതാണ്. സോറിടി ദേവു, ഇന്ന് ഞാൻ കാരണം നിനക്ക് ചീത്ത കേൾക്കാൻ പോകുന്നത്. ഇന്നലെ തന്നെ കരച്ചിലും മേളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടല്ലേ നമ്മളിന്ന് നേരം വൈകി. സോറി മോളെ. ഒന്ന് പോടി, ക്ലാസ്സിൽ നിന്ന് എന്തോ ഒരു ശബ്ദം. എന്തത്? ക്ലാസ്സിലെ പിള്ളേർക്ക് എന്താ വട്ടായോ? നിങ്ങളിത് എവിടെയായിരുന്നു? ഇന്ന് കടുവ ലീവാ, പൊളിക്കെന്നെ. ഇന്ന് കാക്ക മലന്ന് പറക്കും. എന്തായാലും സമാധാനായി. ചീത്ത പ്രതീക്ഷിച്ച് വന്നിട്ട് എൻ്റെ ദൈവമേ, ഇങ്ങനൊരു നല്ല കാഴ്ചയാണല്ലോ നീ കാണിച്ചു തന്നത്. ഇന്നങ്ങേര് നടത്താനിരുന്ന എക്സാമിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. കോപ്പേ, നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല മിതു, എനിക്കെന്ത് പറ്റാ? ഞാൻ ഓക്കെയാ. കോപ്പേ, എൻ്റെ അടുത്തൊന്നും ബന്ധം മറയ്ക്കാൻ നോക്കിയാലുണ്ടല്ലോ ശരിയാക്കി തിരിഞ്ഞ. എന്താ കാര്യം എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പറഞ്ഞോ നീ. മിതു, നീ ദേഷ്യപ്പെടാതെ. എനിക്കെന്തോ കളി കാര്യമായ മാതിരിയാ തോന്നുന്നേ. കടുവയെ കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നിയതും അങ്ങനെ വളച്ചെടുക്കുന്നു തോന്നിയതും ഓരോന്നൊക്കെ മനസ്സിൽ ആലോചിച്ച് കൂട്ടിയതും ഒക്കെ ഒരു തമാശയാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോൾ എഡ്വിൻ സാറിനെ കാണാതിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പോലെ തോന്നാൻ മിതു. വല്ലാത്തൊരു വിഷമം തോന്നാ. ഇതിനാണോ എൻ്റെ സ്ട്രോങ് ബണ്ണിക്കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീ വാ, നമുക്ക് ആ സ്റ്റാഫ് റൂം വരെ ഒന്ന് പോവാം. എന്തുകൊണ്ടാണ് സാറ് വരാത്തെന്നുള്ളതിൻ്റെ റീസണെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയാലോ. മിതു, അനിരുദ്ധേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. സോറിടി, ഞാൻ ക്ലാസ്സിൽ കാണൂട്ടാ, നീ അങ്ങോട്ട് വന്നാലേ. ഓ, ഇപ്പോഴും ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യാം? പതുക്കെ സ്കൂട്ടായേക്കാം. ഡി വട്ടാസേ, അവിടെ നിന്നെ. ലാസ്റ്റ് അവർ ആയതുകൊണ്ട് കറങ്ങി നടക്കുവാല്ലേ? എന്താ ഇവിടെ ഒരു ചുറ്റിക്കറങ്ങൽ? ഏയ് ഒന്നുമില്ല, ചുമ്മാ. പിന്നെ നമ്മുടെ എഡ്വിൻ സാറ് ഇന്നെന്താ ലീവ്? ഓ, അപ്പോ അതാണ് കാര്യം. ഇത് അവൻ്റെ ഞങ്ങളുടെ കോളേജല്ലേ, അവനെ ഇപ്പോൾ വേണമെങ്കിലും വരാം, പോകാം. പിന്നെ അവൻ്റെ പപ്പിക്കെന്തോ വയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു. സോ കമ്പനി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നൊക്കെ പറഞ്ഞു കേട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നീട് സാർ ഇങ്ങോട്ട് വരില്ല. എന്തായാലും തൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേർക്കൊക്കെ സന്തോഷമായി കാണല്ലോ. അപ്പം ശരിയെന്നാ, ഇവിടെ കറങ്ങി നിൽക്കാതെ ക്ലാസ്സിലേക്ക് വിട്ടോ, എനിക്കും കുറച്ച് തിരക്കുണ്ട്. എൻ്റെ ഈശ്വര, എനിക്കെന്തേ പറ്റണേ? സാറ് വരില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്കെന്താ ഇത്ര വിഷമം? ഒരു വട്ടമെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. എഡ്വിൻ സാർ.